കോൺഗ്രസ് സ്നേഹിക്കുന്ന ചെയർപേഴ്സൺ പാലാ നഗരസഭയിൽ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് വിമത കൗൺസിലർ ടോണി തൈപ്പറമ്പിൽ. പുതിയ ഭരണസമിതിക്കുള്ള പിന്തുണയ്ക്ക് പൊതുജനങ്ങളോട് കൂടി അഭിപ്രായം ചോദിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ടോണി അറിയിച്ചു. പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കന്മാരാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരാണ്. അവർക്ക് ശാസിക്കാനും അവർക്ക് നടപടികൾ സ്വീകരിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. കാരണം ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ആ കോൺഗ്രസിൻ്റെ ചട്ടക്കൂടി തന്നെ നിൽക്കുകയാണ്. പക്ഷേ നമുക്ക് സ്വതന്ത്ര മുന്നണി എന്ന് പറയുന്ന ഈ അടുത്ത കാലത്താണ് UDF വന്നത്. പക്ഷേ അവരെ എതിർത്തതിൻ്റെ പേരിൽ നമുക്കൊരു നടപടി സ്വീകരിച്ച സങ്കടമുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ നേതൃത്വത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ശാസിക്കുന്നു. അവരുടെ ഈ നടപടികളൊക്കെ നമ്മൾ ശിരസ വഹിക്കുകയാണ്. ഞങ്ങളൊരു കൂട്ടായ തീരുമാനമാണ്. ഇപ്പം ഞാനൊരാൾ തന്നെ തീരുമാനം എടുക്കുക. ഞാനൊരു സാധാ ഒരു കൗൺസിലറാണ്. അതുപോലുള്ള കൗൺസിലർമാരാണ്. ജനങ്ങളെ ജയിച്ചു വന്നവരാണല്ലോ. അപ്പോൾ പൊതുജനങ്ങളോടും കൂടെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഉചിതമായ തീരുമാനം ഞങ്ങളുടെ മീഡിയ പ്രവർത്തകരോടും ഞങ്ങളുടെ ഈ നാട്ടിലുള്ള ജനങ്ങളോടും ഞങ്ങൾ അറിയിക്കുന്നതാണ്. എന്തായാലും പാലാ നഗരസഭയിലെ ഭരണ പ്രതിസന്ധി കോൺഗ്രസിനുള്ളിലും വലിയ വിഭാഗീയത ഉണ്ടാക്കിയിരിക്കുന്നു. അവിടുത്തെ 4 കൗൺസിലർമാരാണ് വിപ്പ് ലംഘിച്ച് LDF കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണച്ചത്. അങ്ങനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു കൗൺസിലർ ടോണിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കോൺഗ്രസ് സ്നേഹിക്കുന്ന ഒരു പുതിയ ഭരണസമിതി അല്ലെങ്കിൽ പുതിയ ചെയർപേഴ്സൺ ഉണ്ടാകുമെന്നാണ് ടോണി പറയുന്നത്. കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണല്ലോ. 4 കൗൺസിലർമാർ വിപ്പ് ലംഘിച്ചിരിക്കുന്നു, പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. എന്താണ് പാലായിൽ ഇനിയും നടക്കാൻ പോകുന്നത്? ഏത് തരത്തിലുള്ള ഒരു ഭരണ നേതൃത്വമായിരിക്കും അവിടെ വരുന്നത്? ഒരു ഇൻഡീസ് സഖ്യം ഏത് തരത്തിൽ രൂപപ്പെടുമെന്നാണ് കരുതുന്നത്? മിഥുൻ മുരളി. വിനോദ്, കേരള കോൺഗ്രസും മാണി വിഭാഗവും CPM-ഉം കോൺഗ്രസും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ഇൻഡി സഖ്യ സാധ്യത ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് പ്രതികരണമായി UDF LDF നേതാക്കളിൽ നിന്നും കഴിഞ്ഞ ദിവസം ലഭിച്ചത്. ഇങ്ങനെ ഇൻഡി സഖ്യം പാലായിൽ ഒരുപക്ഷെ നിലവിൽ വന്നേക്കാം. കഴിഞ്ഞ ദിവസമാണ് വിപ്പ് ലംഘിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ 4 കൗൺസിലർമാർ LDF-ൻ്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചത്. വിപ്പ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, കോൺഗ്രസിൽ നിന്നും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും രേഖാമൂലം നൽകപ്പെട്ടിട്ടില്ല എന്നുള്ള വാദമായിരുന്നു ഈ 4 കോൺഗ്രസ് കൗൺസിലർമാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. വിപ്പ് ലംഘിച്ചവർക്കെതിരെ കർശന നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു DCC പ്രസിഡന്റ് അറിയിച്ചിരുന്നത്. ആ നടപടി ഉണ്ടായിരിക്കുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ ഒരു തട്ടിലും, കോൺഗ്രസ് കൗൺസിലർമാരും ഒരു വിഭാഗം കൗൺസിലർമാരും കോൺഗ്രസ് പ്രാദേശിക നേതൃത്വവും മറ്റൊരു തട്ടിലുമാണ്. കോൺഗ്രസിലും ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ സമന്വയമില്ല. വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നു. ആ സാഹചര്യത്തിലാണ് 4 കൗൺസിലർമാരെ ഇന്നലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഭരണം എങ്ങനെ എന്നുള്ള ചോദ്യമാണ്. ഈ വിപ്പ് ലംഘിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്ന 4 കോൺഗ്രസ് കൗൺസിലർമാർ അവർ LDF-നോടൊപ്പം ചേർന്ന് LDF നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗവും കോൺഗ്രസിൻ്റെ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിരിക്കുന്ന ഈ 4 കൗൺസിലർമാരും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗവും CPM-ഉം എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം പാലായിൽ നിലവിൽ വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നത്. അതിൽ തന്നെ ഇപ്പോഴത്തെ നിലവിലെ വൈസ് ചെയർപേഴ്സണായിട്ടുള്ള മായ രാഹുലിനെ ചെയർപേഴ്സണാക്കിക്കൊണ്ട് ഈ പറഞ്ഞ കക്ഷികളെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ഇന്ത്യ സഖ്യ സാധ്യതയും പാലായിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ഈ ടോണി തൈപ്പറമ്പിൽ എന്ന കോൺഗ്രസ് കൗൺസിലർ പറയുന്നത് പാർട്ടി നടപടി അനുസരിക്കുന്നു, പാർട്ടിക്ക് ശാസിക്കാനുള്ള അനുവാദമുണ്ട്, അതുകൊണ്ട് തന്നെ പാർട്ടി നടപടിയെ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു മറുപടി. ഒപ്പം തന്നെ കോൺഗ്രസ് സ്നേഹിക്കുന്ന ഒരു ചെയർപേഴ്സൺ പാലായിൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതികരണവുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ എങ്ങനെ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ഒരു ചെയർപേഴ്സൺ ഭരണം സംവിധാനം പാലായിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ചെയർപേഴ്സൺ ആയിരിക്കും പാലായിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിനോദ്, വ്യക്തമാണ്. പാലായിൽ UDF പിന്തുണയ്ക്കുന്ന ഭരണസമിതി ഇന്നലെ അവിശ്വാസത്തിലൂടെ പുറത്തായതോടെ പുതിയ ഭരണ നേതൃത്വം അവിടെ രൂപീകരിക്കാനുള്ള ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് വിമത കൗൺസിലർ അഭിപ്രായവുമായി മുന്നോട്ട് വരുന്നത്. കോൺഗ്രസ് സ്നേഹിക്കുന്ന ഒരു ഭരണസമിതി അവിടെ വരും എന്നുള്ളൊരു അഭിപ്രായം വരുന്നു. ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഭരണ നേതൃത്വം പാലായിൽ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ള വിവരങ്ങളാണ് മിഥുൻ മുരളി പങ്കുവെക്കുന്നത്.